നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉക്രൈനിൽ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കാൻ യുഎസും റഷ്യയും. പുടിൻ ട്രംപ് നിർണായക കൂടിക്കാഴ്ച സൗദി അറേബ്യയിൽ വെച്ച് വെളിപ്പെടുത്തിയത് ട്രംപ് പിടിച്ചെടുത്ത അധിനിവേശ ഉക്രൈൻ ഭൂമി ഒരിക്കലും തിരികെ നൽകില്ലെന്ന് നിലപാടെടുത്ത റഷ്യയും. ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ഉക്രൈനെ അകറ്റി നിർത്തി ഒന്നും തീരുമാനിക്കില്ലെന്ന നിലപാടെടുത്ത യൂറോപ്യൻ മന്ത്രിമാർ. യൂറോപ്യൻ സുരക്ഷയിൽ യുഎസിന് താൽപ്പര്യമില്ലെന്നും ഉക്രൈനെ പ്രതിരോധിക്കുന്നതിൽ ഇനി യൂറോപ്യൻ നേതൃത്വം ചിലവ് വഹിക്കേണ്ടി വരുമെന്നും സഖ്യകക്ഷികളോട് ട്രംപിന്റെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തി. മോദി ട്രംപ് കൂടിക്കാഴ്ച ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5 മണിക്ക്. ദുബൈയിലെ തിരക്കേറിയ ദേര ഗോൾഡ് സൂക്ക് പ്രദേശത്തെ കെട്ടിടത്തിൽ തീപിടുത്തം. ദുബൈ സിവിൽ ഡിഫൻസ് വിഭാഗത്തിന്റെ തക്ക സമയത്തെ ഇടപെടൽ ആളപായം ഒഴിവാക്കി. ഏറെ അഭ്യൂഹങ്ങൾക്ക് വിരാമം വിട്ട് ഹിന്ദുമതക്കാരിയായ മുൻ ഡെമോക്രാറ്റിക് കോൺഗ്രസ് നേതാവ് തുൾസി ഗബാർഡിനെ യുഎസ് സെനറ്റ് ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായി സ്ഥിരീകരിച്ചു. ഗാസയിലെ വെടിനിർത്തൽ നിലനിർത്താൻ കഠിന ശ്രമത്തിൽ അറബ് മധ്യസ്ഥർ. ബന്ധുക്കളെ വിട്ടു നൽകില്ലെന്ന ഹമാസിന്റെ നിലപാടിനെ തുടർന്ന് ഗാസ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിച്ച് ഇസ്രായേൽ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണിയുടെ ഭാഷ അംഗീകരിക്കില്ലെന്ന് ഹമാസ്. ഇംഗ്ലണ്ടിൽ 12 പുതിയ പട്ടണങ്ങൾ നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകിയ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. യൂറോപ്പിലെ വിമാനത്താവളങ്ങളിലൂടെ കഴിഞ്ഞ വർഷം യാത്ര ചെയ്തവരുടെ എണ്ണം കോവിഡിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചെത്തിയതായി എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ യൂറോപ്പ് റിപ്പോർട്ട്. ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ബിൽ 2025 ബജറ്റ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുമെന്ന സൂചന. അനധികൃത പ്രവേശനത്തിന് 5 ലക്ഷം രൂപയും വ്യാജ പാസ്പോർട്ടിന് 10 ലക്ഷം രൂപയും പിഴ ചുമത്താൻ വ്യവസ്ഥ. അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് അന്തരിച്ചു. ഉലകനായകൻ മക്കൾ നീതിമയ്യ നേതാവ് കമലഹാസൻ രാജ്യസഭയിലേക്ക്. വാർത്തകൾ വിശദമായി. ഉക്രൈനെ ഡൊണാൾഡ് ട്രംപ് കൈവിട്ടിരിക്കുന്നു. ഉക്രൈനെ തനിച്ചാക്കി ട്രംപ് റഷ്യൻ പക്ഷത്തേക്ക് കാലുമാറി. പുടിനും ഡൊണാൾഡ് ട്രംപുമായി സൗദിയിൽ വെച്ച് ഉക്രൈൻ യുദ്ധം നിർത്തുന്ന വിഷയത്തിൽ നിർണായകമായ ചർച്ച ഉടൻ നടക്കും. യുദ്ധം അവസാനിക്കാൻ ഇരു നേതാക്കളും ആഗ്രഹിക്കുന്ന ട്രംപ് വ്യക്തമാക്കിയതോടെ ചർച്ചകൾക്ക് ലോകവും കാതോർക്കുകയാണ്. റഷ്യ പിടിച്ചെടുത്ത ഉക്രൈൻ ഭൂമി തിരിച്ചു നൽകുകയോ ഉക്രൈൻ നാറ്റോയിൽ ചേരുകയോ ചെയ്യുന്നത് തങ്ങൾക്കൊരു വിഷയമേ അല്ലെന്നും ട്രംപിന്റെ നിർണായകമായ നിലപാട്. ഈ നിലപാടിനെ ക്രെംലിനും സ്വാഗതം ചെയ്തിരിക്കുന്നു. തിരിച്ചടി നേട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉക്രൈൻ. യൂറോപ്യൻ രാജ്യങ്ങൾ വേണം ഇനി ഉക്രൈന്റെ സൈനിക നടപടികൾക്ക് നേതൃത്വം നൽകാനെന്ന് ട്രംപ് വ്യക്തമാക്കും. ഉക്രൈനില്ലാതെ ഒരു വെടിനിർത്തൽ ചർച്ചയും സാധ്യമല്ലെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ നിലപാടെടുത്തു. ഇതോടെ വീണ്ടും സംഘർഷഭരിതമാകുന്നു മേഖല. ആ വാർത്തകളിലേക്ക്. ഉക്രൈനിൽ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കാൻ താനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സമ്മതിച്ചതായി വെളിപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്ളാദിമിർ പുടിനുമായി അധികം താമസിയാതെ സൗദി അറേബ്യയിൽ വെച്ച് നിർണായകമായ കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടാണ് ഇപ്പോൾ ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത്. ഒരു കരാറിലെത്തിക്കഴിഞ്ഞാൽ ഉക്രൈൻ അതിൻ്റെ മുഴുവൻ പ്രദേശവും തിരിച്ചു പിടിക്കാനോ നാറ്റോ സഖ്യത്തിൽ ചേരുകയോ ചെയ്യാനുള്ള സാധ്യത കുറവാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഉക്രൈൻ തങ്ങൾക്ക് നഷ്ടപ്പെട്ട കൂടുതൽ ഭൂമി തിരിച്ചു പിടിക്കാൻ സാധ്യതയല്ല എന്ന് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു. റഷ്യ ധാരാളം ഭൂമി പിടിച്ചെടുത്തു. അവർ ആ ഭൂമിക്ക് പോരാടിയെങ്കിലും നിരവധി സൈനികരെ നഷ്ടപ്പെട്ടു എന്നാണ് ട്രംപ് ഓവൽ ഓഫീസിൽ പറഞ്ഞത്. ഏതൊക്കെ പ്രദേശങ്ങൾ കൈമാറി എന്നതിൽ തനിക്ക് വലിയ ആശങ്കയില്ലെന്നും ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നത് നിർത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് ട്രംപ് പറഞ്ഞത്. റഷ്യ പിടിച്ചെടുത്ത അധിനിവേശ ഉക്രൈൻ ഭൂമി ഒരിക്കലും തിരികെ നൽകില്ലെന്ന കടുത്ത നിലപാടെടുത്ത് ക്രെംലിൻ. റഷ്യയുടെ അധിനിവേശ ഭൂമിക്ക് പകരമായി ഉക്രൈന്റെ കൈവശമുള്ള കുർസ്ക് മേഖലയുടെ ഭാഗങ്ങൾ കൈമാറുമെന്ന വൊളോദിമിർ സെലൻസ്കിയുടെ നിർദ്ദേശം പരിഗണിക്കില്ലെന്ന് റഷ്യ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി ഒരു പ്രദേശ കൈമാറ്റം നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് അടുത്തിടെ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് സ്വീകാര്യമല്ലെന്നാണ് റഷ്യയുടെ നിലപാട്. പ്രദേശങ്ങൾ വച്ചുമാറാനുള്ള ഉക്രൈന്റെ എല്ലാ ഓഫറുകളും മോസ്കോ ശക്തമായി നിരസിക്കുകയാണെന്ന് വ്ളാദിമിർ പുതിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് ഊന്നി പറഞ്ഞു. ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ഉക്രൈൻകാരെ അകറ്റി നിർത്തി ഒന്നും തീരുമാനമെടുക്കരുതെന്ന് നിലപാടെടുത്ത് യൂറോപ്യൻ മന്ത്രിമാർ. ഉക്രൈൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഉക്രൈനും യൂറോപ്പും എല്ലാ ചർച്ചകളിലും ഒരുപോലെ പങ്കാളികളാകണമെന്ന് 7 യൂറോപ്യൻ രാജ്യങ്ങളുടെയും യൂറോപ്യൻ കമ്മീഷന്റെ സംയുക്ത പ്രസ്താവന വ്യക്തമാക്കി. ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, പോളണ്ട്, ഇറ്റലി, സ്പെയിൻ, യൂറോപ്യൻ കമ്മീഷൻ എന്നിവരിൽ നിന്നുള്ള മന്ത്രിമാർ ബുധനാഴ്ച പാരീസിൽ ഉക്രൈന്റെ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ നിലപാടെടുത്തത്. യൂറോപ്യൻ സുരക്ഷയിൽ യുഎസിന് താൽപ്പര്യമില്ലെന്നും ഉക്രൈനെ പ്രയോഗിക്കുന്നതിൽ യൂറോപ്പ് നേതൃത്വം വഹിക്കേണ്ടി വരുമെന്നും ഡൊണാൾഡ് ട്രംപിന്റെ പുതുതായി നിയമിതനായ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് സഖ്യകക്ഷികളോട് വ്യക്തമാക്കി. ഉക്രൈന് വേണ്ടിയുള്ള ഭാവിയിലെ സൈനിക സഹായത്തിന്റെ ഭൂരിപക്ഷം പങ്കും യൂറോപ്പ് നൽകണമെന്നും 2014 മുമ്പുള്ള ഉക്രൈന്റെ അതിർത്തികൾ പുനഃസ്ഥാപിക്കുന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്നും ബ്രസൽസിൽ നടന്ന യോഗത്തിൽ സഖ്യ പ്രതിരോധ മന്ത്രിമാരോട് പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് എത്തി. വാഷിംഗ്ടണിന് സമീപം ആൻഡ്രൂസ് എയർഫോഴ്സ് വിമാനത്താവളത്തിലാണ് മോദിയെ വെച്ചുകൊണ്ടുള്ള ഇന്ത്യൻ വ്യോമസേന പ്രത്യേക വിമാനം ഇറങ്ങിയത്. കൊടും ശൈത്യവും അവഗണിച്ച് നിരവധി ഇന്ത്യക്കാരാണ് മോദിയെ സ്വീകരിക്കാനെത്തിയത്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5 മണിക്കാകും അതിനിർണായകമായ മോദി ട്രംപ് കൂടിക്കാഴ്ച.
ട്രംപ് അധികാരമേറ്റ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യത്തെ അമേരിക്കൻ സന്ദർശനമാണിത്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൗസിലാണ് മോദിക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈറ്റ് ഹൗസിന് നേരെ എതിർവശത്താണ് ബ്ലെയർ ഹൗസ്. ഡൊണാൾഡ് ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയാണ്. യുദ്ധവിമാന വാങ്ങൽ, ഇറക്കുമതി തീരുവ, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങുവെച്ച് തിരിച്ചയച്ചത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഇക്കാര്യവും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ദുബായിലെ തിരക്കേറിയ ദേര ഗോൾഡ് സൂക്ക് പ്രദേശത്തെ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. നിരവധി പേർ താമസിക്കുന്ന കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം ദുബായ് സിവിൽ ഡിഫൻസ് ഫോഴ്സിന്റെ തക്ക സമയത്ത് രക്ഷാപ്രവർത്തനം കാരണം ആളപായം ഉണ്ടാകാതെ പൂർണ്ണമായും ഒഴിവാക്കി. ഗോൾഡ് സൂക്ക് 1-ാം നമ്പർ ഗേറ്റിന് സമീപമുള്ള കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കേറ്റത് റിപ്പോർട്ടില്ല. നിമിഷങ്ങൾക്കകം തന്നെ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു അതിവേഗ രക്ഷാപ്രവർത്തനം. ഏറെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് മുൻ ഡെമോക്രാറ്റിക് കോൺഗ്രസ് നേതാവ് തുൾസി ഗബാർഡിനെ US സെനറ്റ് ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായി സ്ഥിരീകരിച്ചു. വിദേശ സ്വേച്ഛാധിപതികളോടുള്ള അടുപ്പത്തിന്റെയും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും പേരിൽ ഹിന്ദുമതക്കാരിയായ തുൾസി ഗബാർഡ് സെനറ്റിന്റെ പരസ്യ ചോദ്യ വിമർശനത്തിന് വിധേയയായിരുന്നു. 48-നെതിരെ 52 വോട്ടുകൾക്ക് സെനറ്റ് തുൾസിയെ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായി തീരുമാനിക്കുകയായിരുന്നു. ഓവൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഗബാർഡ് US ഇന്റലിജൻസ് സമൂഹത്തെ വീണ്ടും കേന്ദ്രീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും US ഇന്റലിജൻസ് ഏജൻസികളെ രാഷ്ട്രീയ ഉപകരണങ്ങളെ ഉപയോഗിച്ചുവെന്ന ട്രംപിന്റെ വിമർശനം ആവർത്തിക്കുകയും ചെയ്തു. ഗാസ വീണ്ടും പുകയുകയാണ്. പലസ്തീൻ ഹമാസ് വെടിനിർത്തൽ കരാർ സ്തംഭനാവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇതോടെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ തങ്ങളുടെ സൈന്യത്തെ നിരത്തിയിരിക്കുന്നു. ശനിയാഴ്ചത്തെ ബന്ദി കൈമാറ്റം നടക്കില്ലെന്ന ഹമാസ് സായുധ വിഭാഗത്തിന്റെ നിലപാടിൽ പുകഞ്ഞ് ഇസ്രായേലും ഗാസയും. പലസ്തീൻ കൂട്ടക്കൊല നിർത്തണമെന്നടക്കം കരാർ പൂർണ്ണമായും ഇസ്രായേൽ പാലിച്ചിട്ടില്ല എന്നാരോപിച്ചാണ് ഹമാസിന്റെ ഈയൊരു എതിർപ്പ്. ഹമാസിന്റെ ആരോപണങ്ങളിൽ തട്ടി ചർച്ചകൾ വഴിമുട്ടുമ്പോൾ അറബ് മധ്യസ്ഥ ശ്രമങ്ങൾ അവസാന വട്ട ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ആ വാർത്തയിലേക്ക്. ഗാസയിലെ വെടിനിർത്തൽ കരാർ നിലനിർത്താൻ അറബ് മധ്യസ്ഥർ കഠിന ശ്രമം തുടരുന്നു. ഈ വാരാന്ത്യത്തിൽ വെടിനിർത്തൽ കരാർ സമയപരിധി അവസാനിക്കുന്നത് കണക്കിലെടുത്ത് ഇസ്രായേലി സൈന്യം ഗാസ അതിർത്തിയിൽ സൈന്യത്തെയും യുദ്ധ ടാങ്കുകളെയും വിന്യസിച്ചു തുടങ്ങി. കരാർ പ്രകാരം ശനിയാഴ്ച 3 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് മുമ്പ് ഹമാസിന്റെ പുതിയ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കാൻ ഈജിപ്ഷ്യൻ, ഖത്തർ മധ്യസ്ഥർ തീവ്ര ശ്രമത്തിലാണ്. ഗാസയിലെ നിലവിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള വഴികൾ ചർച്ച ചെയ്യുന്നതിന് ബുധനാഴ്ച ഹമാസ് പ്രതിനിധി സംഘവും കെയ്റോയിലെത്തി. ബന്ദികളുടെ കൈമാറ്റം ആസൂത്രണം ചെയ്തതുപോലെ നടക്കുമെന്ന് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മുഹമ്മദ് മർദാവി ഉറപ്പു നൽകി. എന്നാൽ കരാറിന്റെ മുഴുവൻ നിബന്ധനകളും പ്രത്യേകിച്ച് മാനുഷിക പ്രോട്ടോകോൾ നടപ്പിലാക്കാനുള്ള ഇസ്രായേലിന്റെ പ്രതിബദ്ധത ഇതുവരെ നടപ്പായിട്ടില്ലെന്ന് മുഹമ്മദ് മർദാവി കൂട്ടിച്ചേർത്തു. ഗാസ വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണിയുടെ ഭാഷ അംഗീകരിക്കില്ലെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു. വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു കക്ഷികളും തമ്മിലുള്ള തർക്കം നിലനിൽക്കെ US-ൽ നിന്നും ഇസ്രായേലിൽ നിന്നുമുള്ള ഭീഷണികൾ അംഗീകരിക്കില്ലെന്ന് ഹമാസ് നിലപാടെടുത്തത് AFP റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങളുടെ നിലപാട് വ്യക്തമാണെന്നും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണിയുടെ ഭാഷ തങ്ങൾ അംഗീകരിക്കില്ലെന്നുമാണ് ഹമാസ് പറയുന്നത്. ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ കരാറിന്റെ നിബന്ധനകൾ നടപ്പാക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് ഹമാസ് വക്താവ് ഹസീം ഖാസിമും പ്രസ്താവനയിൽ പറഞ്ഞു. 3 ആഴ്ച പഴക്കമുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാവി അടുത്ത കൂട്ടം തടവുകാരെ മോചിപ്പിക്കുന്നത് മാറ്റിവെക്കുമെന്ന ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ പ്രഖ്യാപനത്തോടെ വഴിമുട്ടുകയായിരുന്നു. പലസ്തീനികളെ തുടർച്ചയായ കൊലപ്പെടുത്തൽ, ടെന്റുകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ തടയൽ, കുടിയിറക്കപ്പെട്ട ആളുകളുടെ തിരികെ മടങ്ങൽ അനുവദിക്കുന്നതിലെ കാലതാമസം എന്നിവ ഉൾപ്പെടെ ഇസ്രായേലി വെടിനിർത്തൽ ലംഘനങ്ങൾ നടക്കുന്നതായാണ് ഹമാസിന്റെയും ആരോപണം. ഇംഗ്ലണ്ട് വീണ്ടും ലോകത്തെ മികച്ച ജനവാസ കേന്ദ്രങ്ങളാകാൻ ഒരുങ്ങുകയാണ്. പുതിയ 12 പട്ടണങ്ങളും വീടുകളുമാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഉറപ്പു നൽകുന്നത്. അതിനിടെ UK സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ള വിദേശ തൊഴിലാളികളുടെ വിഭാഗങ്ങളിൽ കനേൻ ബ്യൂട്ടീഷ്യന്മാർ, DJമാരടക്കം മിഡിൽ സ്കിൽഡ് വിഭാഗക്കാരും ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുണ്ട്. ആ വാർത്തയിലേക്ക്. യുദ്ധാനന്തര കാലഘട്ടത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ഭവന നിർമ്മാണ പരിപാടി രാജ്യത്ത് നടപ്പാക്കുമെന്ന കെയർ സ്റ്റാമറിന്റെ വാഗ്ദാനത്തിന്റെ ഭാഗമായി ഇംഗ്ലണ്ടിൽ 12 പുതിയ പട്ടണങ്ങൾ നിർമ്മിക്കും. ഇതിനായി 100 സാധ്യതയുള്ള സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞതായും അടുത്ത തിരഞ്ഞെടുപ്പോടെ പട്ടണങ്ങൾ യാഥാർത്ഥ്യമാകുമെന്നുമാണ് കെയർ സ്റ്റാമറിന്റെ വാഗ്ദാനം. ഓരോ പുതിയ പട്ടണത്തിലും കുറഞ്ഞത് 10,000 വീടുകളെങ്കിലും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളോടെ നിർമ്മിക്കാനുള്ള ശേഷിയുണ്ടാകും. സർക്കാർ ചുവപ്പ് നാട കുരുക്കുകൾ തുടച്ചു നിൽക്കുകയും പരിസ്ഥിതി എതിർപ്പുകൾ മറികടക്കുകയും ചെയ്ത് ഇവ നിർമ്മിക്കാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. തിങ്കളാഴ്ച ചാൾസ് രാജാവിനൊപ്പം കോൺവാളിലെ ഒരു ഭവന വികസന പദ്ധതി സന്ദർശനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു സ്റ്റാമറുടെ ഈ ഉറപ്പ്. ഇന്ത്യൻ യുവതിയുമായുള്ള ബന്ധത്തിൽ ബക്കിംഗ്ഹാം സർവകലാശാല വൈസ് ചാൻസലർ ജെയിംസ് ടൊളിയെ കുറ്റവിമുക്തനാക്കിയ അന്വേഷണ കമ്മീഷന് പിഴവ് സംഭവിച്ചതായും അന്വേഷണത്തിനാവശ്യമായ തെളിവുകൾ ലഭ്യമല്ലാതായിരുന്നുവെന്നും വെളിപ്പെടുത്തൽ. ഇതോടെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് ജെയിംസ് ടൊളിയെ തിരിച്ചെടുത്തിരുന്നു. ടൊളിക്ക് യുവതിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്താൻ സർവകലാശാല മുതിർന്ന ബാരിസ്റ്ററായ ജോസഫ് ഒബ്രയൻ KCയാണ് നിയോഗിച്ചത്. വൈസ് ചാൻസലറുടെ ഭാര്യ സിന്ധിയ ടൊളി
ഈ സ്ത്രീയുടെ ഡയറി കുറിപ്പുകളും ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. ജെയിംസ് ടുളിയെ കുറ്റവിമുക്തനാക്കിയ അഭിഭാഷകന് അന്വേഷണത്തിന് കാരണമായ വാട്സാപ്പുകളും ഡയറികളും ആക്സസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് ഗാർഡിയന്റെ വെളിപ്പെടുത്തൽ. യൂറോപ്പിലെ വിമാനത്താവളങ്ങളിലൂടെ കഴിഞ്ഞ വർഷം യാത്ര ചെയ്തവരുടെ എണ്ണം കോവിഡിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് എത്തിയതായി റിപ്പോർട്ട്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ യൂറോപ്പിന്റെ കണക്കുകൾ പ്രകാരം 2024 യാത്രക്കാരുടെ എണ്ണം 2.5 ബില്യണിലെത്തി. മുൻ വർഷത്തേക്കാൾ 7.4% കൂടുതൽ. 2019 യാത്രക്കാരുടെ എണ്ണത്തേക്കാൾ 1.8% കൂടുതലാണ് ഈ കണക്കുകൾ. 2024 യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതായി പടിഞ്ഞാറൻ യൂറോപ്പ് മുതൽ ഇസ്രായേൽ മധ്യേഷ്യ വരെയുള്ള 55 രാജ്യങ്ങളിലെ 600-ലധികം വിമാനത്താവളങ്ങളെ പ്രതിനിധീകരിക്കുന്ന ACI യൂറോപ്പ് പറഞ്ഞു. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ 8.8% വർധനവും രേഖപ്പെടുത്തി. UK സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ള വിദേശ തൊഴിലാളികളുടെ വിഭാഗങ്ങളിൽ കനൻ ബ്യൂട്ടീഷ്യന്മാർ, DJമാർ, പൈലറ്റുമാർ, ഇൻസ്ട്രക്ടർമാർ എന്നിവരടക്കം മിഡിൽ സ്കിൽഡ് വിഭാഗക്കാരും ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ട്. UK ജോലിക്ക് പ്രവേശിക്കുന്നതിന്റെ എണ്ണം കുറയ്ക്കുന്നതിന് ഈ വർഷം അവസാനം സർക്കാർ ഒരു ധവളപത്രം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതായി റിപ്പോർട്ടുണ്ടെങ്കിലും വിദേശ തൊഴിലാളികൾക്ക് ഇപ്പോഴും അപേക്ഷിക്കാൻ കഴിയുന്ന മിഡിൽ സ്കിൽ ജോലികൾ നിരവധിയാണെന്ന് സൂചനയുണ്ട്. 2024 മാർച്ച് വരെയുള്ള 3 വർഷത്തെ ഹോം ഓഫീസ് ഡേറ്റയുടെ വിശകലനം കാണിക്കുന്നത് മൃഗസംരക്ഷണ സേവന തൊഴിലുകൾക്കായി 334 വിസകളും പൈലറ്റുമാർ, യോഗ അധ്യാപകന്മാർ, ലൈഫ് സ്റ്റൈൽ കോച്ചുകൾ എന്നിവരുൾപ്പെടെ 167 ഫിറ്റ്നസ് വെൽഫെയർ ഇൻസ്ട്രക്ടർമാർക്കുള്ള വിസകളും നൽകിയെന്നാണ് റിപ്പോർട്ട്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ സാധ്യതയെന്ന് സൂചന. കേന്ദ്രമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുന്ന ബില്ലിൽ അനധികൃത പ്രവേശനത്തിന് 5 ലക്ഷം രൂപ വരെയും വ്യാജ പാസ്പോർട്ട് കൈവശം വയ്ക്കുന്നതിന് 10 ലക്ഷം രൂപ വരെയും പിഴ ചുമത്താനും വ്യവസ്ഥയുണ്ടാകും. നിലവിലെ 1920 പാസ്പോർട്ട് നിയമം, 39 വിദേശികളുടെ രജിസ്ട്രേഷൻ നിയമം, 46 വിദേശ നിയമം, 2000 ഇമിഗ്രേഷൻ നിയമം എന്നിവയ്ക്ക് പകരമായാണ് പുതിയ ബില്ല് സർക്കാർ കൊണ്ടുവരുന്നത്. ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ബിൽ 2025 പേരുള്ള ബില്ല് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സമ്മേളനത്തിന് അവതരിപ്പിക്കുമെന്നാണ് സൂചന. അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് അന്തരിച്ചു. മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ലക്നൌവിലെ സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലായിരുന്നു ചികിത്സ. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം UP മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. നികത്താനാകാത്ത നഷ്ടമെന്നാണ് ആചാര്യ സത്യേന്ദ്രദാസിന്റെ മരണത്തെക്കുറിച്ച് യോഗി ആദിത്യനാഥ് കുറിച്ചത്. ബാറിൽ അശ്ലീല നൃത്തം ചെയ്തുവെന്ന് ആരോപിച്ച് ഡൽഹി പോലീസ് ചുമത്തിയ കേസിൽ 7 സ്ത്രീകളെ ഡൽഹി തീസ് ഹസാരിയ കോടതി വെറുതെ വിട്ടു. അല്പവസ്ത്രം ധരിക്കുന്നതും പാട്ടിന്റെ താളത്തിൽ നൃത്തം ചവിട്ടുന്നതും എവിടെയായാലും ശിക്ഷാർഹമായ തെറ്റല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർണായകമായ കോടതി ഉത്തരവ്. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നീതു ശർമ്മയാണ് വിധി പ്രഖ്യാപിച്ചത്. ഒരാളുടെ നൃത്തം മറ്റൊരാൾക്ക് ശല്യമായാൽ മാത്രമേ അത് കുറ്റകരമാകൂ എന്നും കോടതി വിധിയിൽ വ്യക്തമാക്കി. 2024 മാർച്ച് 3 രാത്രി 12:30 രാജ്ഗുരു റോഡിലെ ബാറിൽ യുവതികൾ അശ്ലീല നൃത്തം ചവിട്ടി എന്നാണ് കേസ്. പട്രോളിങ്ങിനെത്തിയ പഹർഗഞ്ച് SI ആണ് സംഭവത്തിൽ പൊതുസ്ഥലത്ത് ശല്യമുണ്ടാക്കുകയും അശ്ലീലമായി പെരുമാറുകയും ചെയ്തു എന്ന് കാട്ടി കേസ് രജിസ്റ്റർ ചെയ്തത്. പൊതുസ്ഥലമാണെങ്കിലും SI ധർമ്മേന്ദ്ര ഒരു സ്വകാര്യ വ്യക്തിയെ കാണാൻ കഴിയില്ലെന്നും അവിടെ സമീപത്ത് നിരവധി കടകളും വീടുകളും ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി അവിടെയുള്ള ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് പ്രോസിക്യൂഷനോട് ചോദിക്കുകയായിരുന്നു. ഇതൊന്നും ഇല്ലാതെ ചുമത്തിയ കേസായതിനാൽ കെട്ടിച്ചമച്ച കേസെന്നാണ് കോടതി വിധി പറഞ്ഞത്. ഉലകനായകൻ മക്കൾ നീതി മയ്യം നേതാവ് കമൽഹാസൻ ഇനി രാജ്യസഭയിലേക്ക്. ജൂലൈയിൽ ഒഴിവുവരുന്ന 6 രാജ്യസഭാ സീറ്റുകളിൽ 1 മക്കൾ നീതി മയ്യത്തിന് നൽകുമെന്ന് അറിയിച്ചതായാണ് സൂചന. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർദ്ദേശപ്രകാരം മന്ത്രി ശേഖർ ബാബു കമൽഹാസനെ കണ്ട് ചർച്ച നടത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തുമെന്ന സൂചനകൾ ശക്തമായിരുന്നു. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ ജീവിതത്തിലെ ടെൻഷനുകൾ, തിരക്കുകൾ, ബഹളങ്ങൾ ഇവയിൽ നിന്നും അല്പസമയത്തേക്കെങ്കിലും നിങ്ങൾക്കൊരു ഇടവേള വേണ്ടേ? യൂറോപ്പിൽ നിന്നും അനുയോജ്യമായൊരു ഹോളിഡേ യാത്രയ്ക്കായി നിങ്ങൾ ഇടം തിരയുകയാണോ? ഇതാ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ അവധി ദിനങ്ങൾ ചിട്ടപ്പെടുത്തിയൊരുക്കാൻ, ഉല്ലാസമാക്കാൻ ഞങ്ങളുണ്ട്. ആനന്ദ് ട്രാവൽ ക്രൂയിസ് ഹോളിഡേയ്സ്. 7 ഭൂഖണ്ഡങ്ങളിലായി 360-ലധികം ലക്ഷ്യസ്ഥാനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. യൂറോപ്പിൽ നിന്നും കരീബിയ, ഹവായ്, ജപ്പാൻ അങ്ങനെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള നിരവധി ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള എക്സ്ക്ലൂസീവ് ആഡംബര യാത്രാ ഡീലുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. നിങ്ങളുടെ ഡ്രീം ക്രൂയിസ് യാത്രയ്ക്കായി ഇപ്പോൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ആനന്ദ് ട്രാവൽസിനൊപ്പം വിളിക്കുക 02085484897 എന്ന നമ്പറിലേക്ക്.
വീണ്ടും വാർത്തകളിലേക്ക്. കേരള ഹൈലൈറ്റ്സ്. അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ സ്വീകരിച്ച നടപടി പിൻവലിച്ച് സർക്കാർ. പൊതുമരാമത്ത് വകുപ്പിലെ 31 പേരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്. പെൻഷൻ തുക തിരിച്ചടച്ച സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. 18% പലിശ സഹിതമാണ് ഇവർ പെൻഷൻ തുക തിരിച്ചടച്ചത്. സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം തുടരുമെന്നാണ് വിശദീകരണം. അതേസമയം പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെയുള്ള അച്ചടക്ക നടപടി ഉപേക്ഷിക്കില്ലെന്ന് വകുപ്പ് സെക്രട്ടറി അറിയിച്ചു. കലൂരിലെ നൃത്ത പരിപാടിക്കിടെ ഉയരമുള്ള സ്റ്റേജിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൃക്കാക്കര MLA ഉമാ തോമസ് നാളെ ആശുപത്രി വിടും. ജഗദീശ്വരന്റെ കൃപയാൽ താൻ സുഖം പ്രാപിച്ചു വരികയാണെന്നും എല്ലാവരെയും വീണ്ടും കാണാനാകുമെന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണെന്നും ഉമാ തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. 46 ദിവസം തന്നെ നന്നായി പരിചരിച്ച ഡോക്ടർമാർക്കും നഴ്സുമാർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഉമാ തോമസിന്റെ വൈകാരികമായ കുറിപ്പ്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം 1 പൗണ്ട് 108.5 ഇന്ത്യൻ രൂപ, $1 86.85 രൂപ, €1 90.63 രൂപ, 1 പൗണ്ട് 1.25 US$. സ്പോർട്സ്. ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന അവസാന ഏകദിന മത്സരവും വിജയിച്ച് ഇന്ത്യ. 3 മത്സരങ്ങളുണ്ടായിരുന്ന പരമ്പരയിൽ ആധികാരികമായ വിജയമാണ് ഇന്ത്യ നേടിയത്. ഇന്ത്യ ഉയർത്തിയ 357 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ക്രീസിലിറങ്ങിയ ഇംഗ്ലണ്ട് ഓപ്പണർമാരായ ഫിലിപ്പ് സാൾട്ടും ബെൻ ഡക്കറ്റും വെടിക്കെട്ടോടെയാണ് ഇന്നിംഗ്സ് ആരംഭിച്ചത്. പക്ഷേ ഇംഗ്ലണ്ട് 214 ഓൾ ഔട്ടായി. ഇതോടെ ഇന്ത്യ 142 റൺസിന്റെ ഗംഭീര വിജയം സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 356 റൺസ് നേടിയിരുന്നു. ഗില്ലിന്റെ സെഞ്ചുറിയും കോഹ്ലി, ശ്രേയസ് അയ്യർ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുമാണ് ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉക്രൈനിൽ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കാൻ US-ഉം റഷ്യയും. പുടിൻ ട്രംപ് നിർണായക കൂടിക്കാഴ്ച സൗദി അറേബ്യയിൽ വെച്ച്. വെളിപ്പെടുത്തിയത് ട്രംപ് പിടിച്ചെടുത്ത അധിനിവേശ ഉക്രൈൻ ഭൂമി ഒരിക്കലും തിരികെ നൽകില്ലെന്ന് നിലപാടെടുത്ത റഷ്യയും. ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ഉക്രൈനെ അകറ്റി നിർത്തി ഒന്നും തീരുമാനിക്കില്ലെന്ന നിലപാടെടുത്ത യൂറോപ്യൻ മന്ത്രിമാർ. യൂറോപ്യൻ സുരക്ഷയിൽ US-ന് താല്പര്യമില്ലെന്നും ഉക്രൈനെ പ്രതിരോധിക്കുന്നതിൽ ഇനി യൂറോപ്യൻ നേതൃത്വം ചിലവ് വഹിക്കേണ്ടി വരുമെന്നും സഖ്യകക്ഷികളോട് ട്രംപിന്റെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തി. മോദി ട്രംപ് കൂടിക്കാഴ്ച ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5 മണിക്ക്. ദുബൈയിലെ തിരക്കേറിയ ദേര ഗോൾഡ് സൂക്ക് പ്രദേശത്തെ കെട്ടിടത്തിൽ തീപിടുത്തം. ദുബായ് സിവിൽ ഡിഫൻസ് വിഭാഗത്തിന്റെ തക്ക സമയത്തെ ഇടപെടൽ ആളപായം ഒഴിവാക്കി. ഏറെ അഭ്യൂഹങ്ങൾക്ക് വിരാമം വിട്ട് ഹിന്ദുമതക്കാരിയായ മുൻ ഡെമോക്രാറ്റിക് കോൺഗ്രസ് നേതാവ് തുൾസി ഗബാർഡിനെ US സെനറ്റ് ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായി സ്ഥിരീകരിച്ചു. ഗാസയിലെ വെടിനിർത്തൽ നിലനിർത്താൻ കഠിന ശ്രമത്തിൽ അറബ് മധ്യസ്ഥർ. ബന്ധുക്കളെ വിട്ടു നൽകില്ലെന്ന ഹമാസിന്റെ നിലപാടിനെ തുടർന്ന് ഗാസ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിച്ച് ഇസ്രായേൽ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണിയുടെ ഭാഷ അംഗീകരിക്കില്ലെന്ന് ഹമാസ്. ഇംഗ്ലണ്ടിൽ 12 പുതിയ പട്ടണങ്ങൾ നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകിയ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. യൂറോപ്പിലെ വിമാനത്താവളങ്ങളിലൂടെ കഴിഞ്ഞ വർഷം യാത്ര ചെയ്തവരുടെ എണ്ണം കോവിഡിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചെത്തിയതായി എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ യൂറോപ്പ് റിപ്പോർട്ട്. ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ബിൽ 2025 ബജറ്റ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുമെന്ന സൂചന. അനധികൃത പ്രവേശനത്തിന് 5 ലക്ഷം രൂപയും വ്യാജ പാസ്പോർട്ടിന് 10 ലക്ഷം രൂപയും പിഴ ചുമത്താൻ വ്യവസ്ഥ. അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് അന്തരിച്ചു. ഉല്ലഖനായകൻ മക്കൾ നീതിമയ്യ നേതാവ് കമലഹാസൻ രാജ്യസഭയിലേക്ക്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TV എൻജോയ് ചെയ്യുക. പ്രവാസി സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ anandnewsdesk@gmail.com എന്ന വിലാസത്തിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 02085866511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്.